ഈ വചനം എപ്പോഴും ഓർത്തേക്കണ്ട, ആയുധധാരിയായ ബലവാൻ. അത് ശരിക്കും പറഞ്ഞ അത് ദൈവത്തിനെയാണ് ഉദ്ദേശിക്കുന്നത്. വായിച്ചോളൂ. ലൂക്ക 11:21. ശക്തൻ ആയുധധാരിയായി തൻ്റെ കൊട്ടാരത്തിന് കാവൽ നിൽക്കുമ്പോൾ അവൻ്റെ വസ്തുക്കൾ സുരക്ഷിതമാണ്. ഈ ശക്തൻ ദൈവമാണ്. ദൈവത്തെ കൊണ്ട് നിൻ്റെ ജീവിതത്തിന് സുരക്ഷിതത്വം ഉണ്ടാക്കണം, കാവൽ നിർത്തണം. ഇതിന് ഫിഡലിറ്റിയുടെ ഒരു ഇഫക്റ്റാണത്. അതുകൊണ്ടാണ് വൈ ഐ ആം പ്രൊമോട്ടിങ് ഫിഡലിറ്റി ഇൻസ്റ്റെഡ് ഓഫ് ഫെയ്ത്ത്. എന്തുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് വിശ്വസ്തത പ്രൊമോട്ട് ചെയ്യാൻ കാരണം? അത് ഈ പ്രൊട്ടക്ഷൻ്റെ പ്രോബ്ലമാണ്. വിശ്വസ്തത. നമുക്ക് ജോലി കിട്ടിയാൽ മാത്രം പോരാ, ഭർത്താവിനെ ഭാര്യയോ കല്യാണം കെട്ടിയാൽ മാത്രം പോരാ, കുഞ്ഞുങ്ങളുണ്ടായാൽ മാത്രം പോരാ. ഇവരെല്ലാം നമുക്ക് ഉപയോഗപ്പെടണം, അനുഭവവേദ്യമാകണം. ആൻഡ് ബ്ലെസ്സിങ്സ് ആൻഡ് എക്സ്പീരിയൻസ് ഓഫ് ബ്ലെസ്സിങ്സ് ഈസ് 2 കാര്യമാണത്. അതുകൊണ്ട് നമുക്ക് അനുഗ്രഹം കിട്ടണമല്ല പ്രശ്നം, അത് അനുഭവിക്കാനുള്ള യോഗ്യതയാണ് പ്രശ്നം. ഹെബ്രായർ 10:23 നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞ നമ്മോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നവൻ വിശ്വസ്തനാകയാൽ നമ്മുടെ പ്രത്യാശ ഏറ്റുപറയുന്നതിൽ നാം സ്ഥിരതയുള്ളവരായിരിക്കണം. ഈ വിശ്വസ്തതയുടെ ഭാഗമാണ് സ്ഥിരത. മനസ്സിലായില്ലേ? അതായത് വളരെ പരിശുദ്ധാത്മാവ് ഒത്തിരി ഒരു സ്പ്ലെൻഡർ ഇൻ്റലിജൻറ്റിലാണിത് അഭിഷേകം പ്രകാരം എഴുതിയിരിക്കുന്നത്. ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മക്കളെ, ഇറ്റ് ഈസ് വണ്ടർഫുൾ. നോക്കിയേ, ഒന്ന് ഏറ്റവും പറഞ്ഞു, നമ്മോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നവൻ. അവനാരാണ്? വിശ്വസ്തൻ. അവൻ വിശ്വസ്തനാകയാൽ നമ്മുടെ പ്രത്യാശ ഏറ്റുപറയുന്നതിൽ നാം സ്ഥിരതയുള്ളവരായിരിക്കണം. അച്ഛൻ എപ്പോഴും പറയത്തില്ല, ബൈലാറ്ററൽ ആയിട്ടുള്ള ഫിഡലിറ്റിയാണ് വർക്കൗട്ട് ചെയ്യേണ്ടത്. ഉഭയകക്ഷി. ദൈവം വിശ്വസ്തനാണെങ്കിൽ നമ്മളും എന്താ പറയണത്, നമ്മളും പ്രത്യാശ ഏറ്റുപറയുന്നത് നമ്മളും സ്ഥിരതയുള്ളവരായിരിക്കണം. എന്ന് വെച്ചാൽ നമ്മളും വിശ്വസ്തരുള്ളവരായിരിക്കണമെന്ന്. അത് ബൈലാറ്ററൽ ഫിഡലിറ്റിയാണ്. ഉടമ്പടിയുടെ ഒരു ആത്മാവാണത്. എന്താണ്? ദൈവം വിശ്വസ്തനാണ്, അതുകൊണ്ട് നമ്മളും വിശ്വസ്തരായിരിക്കണം. ഈ വിശ്വസ്തതയാണ് എന്തിനാണ്? വിശ്വസ്തത എങ്ങനെയാണ് നമ്മൾ ഏറ്റുപറയണത്? വിശ്വസ്തത അല്ലെങ്കിൽ നമ്മൾ ദൈവത്തോട് കാണിക്കണ വിശ്വസ്തത വാക്കിലോ പ്രവൃത്തിയിലോ എന്തിനാണ് ലക്ഷ്യം വെക്കണത്? നമ്മുടെ പ്രത്യാശ ഏറ്റുപറയുന്നതിലാണ്. നമുക്ക് സകല വാഗ്ദാനങ്ങൾ യേശുവിൽ എന്താണ്? അതേ തന്നെയാണ്, അല്ലേ? അതുകൊണ്ട് അതാണ് നമ്മുടെ പ്രത്യാശ. അത് ഏറ്റുപറയണം. നമ്മൾ എന്ത് ചെയ്യണം? വിശ്വസ്തത കാണിക്കണം. ബിബിൻ്റെ വിഷയം എന്താ വെച്ചാൽ, ബിബിന് എന്താ ചെയ്തതെന്നറിയാമോ? ബിബിൻ ചെയ്തത് പത്രം കോവിഡ് കാലത്താണ് ഇവിടെ വരണത്. ഇവൻ ഈ 3-4 പേരൊക്കെ പല ദിവസങ്ങളൊക്കെ അവന് പത്രം കൊടുത്തു കഴിഞ്ഞപ്പോൾ അവൻ ഈ അമ്മയെ തിരക്കി ഇവിടെ വരും. അപ്പോൾ ഇവിടെ അടച്ചിട്ടിരിക്കുക. അപ്പോൾ വാദിക്കാനിരിക്കുന്ന മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചിട്ടാവും പോകും. അവൻ്റെ ബിടെക് കാര്യങ്ങളും പരീക്ഷകളൊക്കെ അവൻ ഓൺലൈനിൽ ഉടമ്പടി ചെയ്യും. ഇപ്പോൾ ഈ ദിവസങ്ങളിൽ ഓൺലൈൻ ഉടമ്പടി സാക്ഷ്യങ്ങൾ ഒത്തിരി ഉണ്ട്. ഓൺലൈൻ ഉടമ്പടി ചെയ്ത ആൾക്കാരെല്ലാം പെട്ടെന്ന് വന്നിട്ട് എന്തുകൊണ്ടാണ് അവർ തീർത്ഥാടന ഉടമ്പടി ചെയ്യണമെന്ന് വെച്ചാൽ, ഓൺലൈൻ ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ ദൈവം ലൈനിലാവും. അവൻ്റെ വാക്കുകൾക്ക് അവൻ്റെ വേദനയ്ക്ക് ആശ്വാസം കിട്ടും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യണത്. അപ്പോൾ ആദ്യം ഇവന് ഓൺലൈൻ ഉടമ്പടി ചെയ്യാണ് ചെയ്തത്. എന്നിട്ട് ഇവൻ്റെ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ, വൈ ഉടമ്പടി? എന്തുകൊണ്ടാണ് ഉടമ്പടി എന്ന് നിങ്ങൾ അറിയണം. എവിടെയാണ് ഉടമ്പടി തുടങ്ങേണ്ടത്? വാട്ട് ഈസ് ദ കോസ് ആൻഡ് സ്പേസ് ഓഫ് ദി കവനൻറ്റ്? എന്താണ് അതിൻ്റെ കാരണങ്ങൾ ഉടമ്പടിയുടെ? അത് നമ്മുടെ ഡീമെറിറ്റ്സ് ആണ്.
മനസ്സിലായില്ലേ? ഉടമ്പടിയുടെ കാരണം നമ്മൾ എന്തിനാണ് ദൈവത്തോട് ഉടമ്പടി ചെയ്യണത്? നമ്മുടെ മെറിറ്റ് ലൂസ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഉടമ്പടി ചെയ്യുക. നമുക്കറിയാമല്ലോ, ഇപ്പോഴും ഞാനിവിടെ OIT, MOH, AHAD, PSC, BTech എല്ലാം എല്ലാ ദിവസവും പ്രാർത്ഥിക്കും. ഞായറാഴ്ച മാത്രമേ ഞാൻ ആൾക്കാരെ കാണാതെ ഉള്ളൂ, ബാക്കി എല്ലാ ദിവസവും കാണാം. പക്ഷേ നിങ്ങൾ കാര്യം ചെയ്യണം, ഞാനിവിടെ ഉണ്ടോ ഇല്ലേ എന്ന് വിളിച്ച് നോക്കി ബുക്ക് ചെയ്ത് ഉറപ്പ് വരുത്തണം. കാര്യം എനിക്ക് ബിഷപ്പ് ഹൗസിലും കൂടുതൽ ഉത്തരവാദിത്തങ്ങളായിപ്പോൾ. തന്നെയല്ല, പല സ്ഥലങ്ങളിൽ കൃപാസനത്തിന് ശുശ്രൂഷകളല്ല പ്രോജക്റ്റുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ചില ദിവസങ്ങൾക്ക് എനിക്ക് ബൈ പേഴ്സൺ പോകാതിരിക്കാൻ പറ്റത്തില്ല. ഗവൺമെൻറ് ഓഫീസർമാർ വിസിറ്റ് ചെയ്യണം. അപ്പോൾ ഗവൺമെൻറ് പ്രോജക്റ്റാണ് 1-2 എണ്ണം. അപ്പോൾ ഗവൺമെൻറ് ഓഫീസർമാർ വിസിറ്റ്, ഇപ്പോൾ സിമിത്തേരി പണിയുന്നുണ്ട് എൻ്റെ പള്ളിയിൽ ഇടവകയെ, അതെല്ലാം റിമോട്ടിൽ ചെയ്യുകയാണ്. പക്ഷേ ചില ദിവസങ്ങൾ ഞാൻ ചെല്ലേണ്ടി വരും. അപ്പോൾ ആ സമയത്ത് ഞാൻ മസ്റ്റ് പോകുമ്പോൾ അത് എൻ്റെ മക്കളൊന്ന് അറിയണം. അപ്പോൾ ജസ്റ്റ് ഒന്ന് വിളിച്ച് 9447285400 വിളിച്ച് ചോദിക്കും. അതാണ് നമ്പർ. അച്ഛനെ അത് ആ നമ്പറിൽ വേറെ ആരും വിളിച്ചെടുക്കത്തില്ല. നിങ്ങൾ ചോദിക്കുമ്പോൾ അവിടെ അച്ഛൻ നാളെ ഉണ്ടോ, രോഗിയെ കൊണ്ടുവരാനാണെന്ന് പറയണത്. അപ്പം അങ്ങനെ പറയുമ്പോൾ ഞങ്ങൾക്ക് ഉറപ്പാകത്തില്ല. ചില ആൾക്കാരെ വന്നിട്ട് ചിലപ്പോൾ ഞാൻ ഇല്ലാത്ത ദിവസം ഒന്ന് പോകും. ഇപ്പോഴും വിഴിഞ്ഞ സമരം നടക്കുകയല്ലേ. അപ്പോൾ ഞങ്ങൾ അതിനു വേണ്ടി കരിദിനത്തിൻ്റെ ദിവസം ഞങ്ങൾ വേറെ സമരം കളക്ടറേറ്റ് ധർണയ്ക്ക് പോയി. ഇപ്പോൾ ഇന്നലെ ജയശങ്കറിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടു കാണുമായിരിക്കും. അതായത് ഞാൻ ഹൈക്കോടതിയിൽ നിന്നൊരു വിധി സംഭവിച്ചിട്ടുണ്ട് ഈ വിഷയത്തിന്. കാര്യം ഈ കൊച്ചി തുറമുഖത്തിൻ്റെ വരവോടുകൂടിയാണ് 100 കിലോമീറ്ററിൽ 5 കിലോമീറ്റർ വീതിയിലും 100 കിലോമീറ്റർ നീളത്തിലും കേരളത്തിന് ഈ കൊച്ചി ആലപ്പുഴ മേഖലയെ തീരം നഷ്ടപ്പെട്ടത്. ആ സർക്കാർ വികസനത്തിൻ്റെ പേരിൽ ഇരകളായി പോയതാണ്. ഒരു വീടിന് മനോരമയിൽ കഴിഞ്ഞ ദിവസങ്ങൾ എഴുതിയിട്ടുണ്ട്. എന്താണ് ഈ 1922 100 കൊല്ലം മുമ്പ് ഒറ്റ കടൽക്ഷോഭത്തിൽ ഒരു വീടിന് 2000 തെങ്ങ് നഷ്ടപ്പെട്ടെന്ന്. ഇപ്പോൾ സാമ്പത്തികമായ തകർച്ച അങ്ങനെ എത്രയോ വീടുകൾക്ക് പോയി, കരകൾ പോയി, തെങ്ങുകൾ പോയി, വീടുകൾ പോയി, എല്ലാം കടലൊഴിച്ചു പോയത് ഒരു തുറമുഖം ഉണ്ടാക്കിയാണ്. വിഴിഞ്ഞം പോലെ ഒരു തുറമുഖം എന്ന് പറയുമ്പോൾ രാജ്യത്തിൻ്റെ വികസനത്തിന് വി ആർ നോട്ട് എഗൻസ്റ്റ്. മേരി മാഗ്ഡലിൻ പള്ളിയും ഒരു ഇടവക അങ്ങനെ തന്നെ തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിന് കൊടുത്തൊരു സഭയാണിത്. നിരുപാധിക ഒഴിഞ്ഞു കൊടുത്തതാണ്. അപ്പം വി ആർ നോട്ട് എഗൻസ്റ്റ് ഡെവലപ്മെൻറ്റ് ഓഫ് ദി കൺട്രി. ഞങ്ങളുടെ രാജ്യത്തിൻ്റെ രക്ഷയ്ക്ക് വികസനത്തിനെതിരല്ല. പക്ഷേ എന്താ വേണ്ടത്? ജീവിക്കാനുള്ള അവകാശമാണ്. പിറന്ന മണ്ണിൽ നമുക്ക് ജീവിക്കാനുള്ള അവകാശമില്ലേ? അതിനുവേണ്ടിയുള്ള പോരാട്ടമാണ് വിഴിഞ്ഞത്ത് നടക്കുന്നത്. ആ പോരാട്ടം വീണ് നേരെ കടലോരം മുഴുവൻ നടക്കും. ഇപ്പം തന്നെ എന്തുകൊണ്ടാണ് കുടിയേറ്റ അവിടെയുള്ളവരെല്ലാവരും ഇന്നലെ വന്ന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത്? ഈ സമരം നിസ്സാരമല്ലെന്നാണ്. എവിടെയെല്ലാം ഇങ്ങനെ വികസന കോർപ്പറേറ്റുകളും അതുപോലെ തന്നെ ലാഭം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് മനുഷ്യൻ്റെ ജീവിതം വഴിയാധാരമാകുന്നുവോ അവിടെയെല്ലാം അവകാശങ്ങൾ കൊണ്ട് പോരാടാനുള്ള ബാധ്യത ബേസിക്കായിട്ടൊരു ക്രിസ്ത്യാനിക്കുണ്ട്. ശരിക്കും അത് സുവിശേഷ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. അത് നീതിക്ക് വേണ്ടിയുള്ള നിലവിളി, നീതിക്ക് വേണ്ടിയുള്ള വിശപ്പ്, ഇതെല്ലാം സുവിശേഷ പുണ്യമാണ്. ഈശോ എത്രയോ പ്രാവശ്യം നേരത്തെ പറഞ്ഞു, നീതിക്ക് വേണ്ടി വിശക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് സംതൃപ്തരാക്കപ്പെടും. അപ്പോഴപ്പോഴായാലും അത് കർത്താവിൻ്റെ വചനമാണ്. അപ്പോൾ നീതിക്ക് വേണ്ടി വിശക്കേണ്ട ഒരു സമയം വരുമ്പോൾ, നീതിക്ക് വേണ്ടി കരയേണ്ട ഒരു സമയം വരുമ്പോൾ വിശക്കും കരയുകയും അത് നമ്മുടെ പ്രതിഷേധവും പ്രതിരോധവുമായിട്ട് അധികാരസ്ഥാനങ്ങളിൽ അറിയിക്കുകയും ചെയ്യാം. അപ്പം അങ്ങനെയുള്ള ചില സമയത്തൊക്കെ വരുമ്പോൾ ചില ദിവസങ്ങളിൽ അച്ഛനുണ്ടാകത്തില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിഷയത്തിൽ 30 കൊല്ലമായിട്ട് കൃപാസന ഇൻവെസ്റ്റാണ്. 87 മുതൽ ഞാൻ ഈ വിഷയത്തിന് ഫോളോ അപ്പ് ചെയ്യണ ആളാണ്. അതുകൊണ്ടാണ് ഹൈക്കോടതി പോകാൻ കാരണം. 1.25 ലക്ഷം രൂപ മറ്റേ ഹൈക്കോടതി പോയിരിക്കണം. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അത്രയും വിഷയം സീരിയസ് ആയത്. നമുക്ക് അതായത് 100 കൊല്ലത്തെ കോമ്പൻസേഷനാണ് വേണ്ടത്. ഇപ്പം ഗർഭിണികൾക്ക് കടലോരത്തെ ഗർഭിണികൾക്കൊന്ന് പ്രസവിച്ച് കിടക്കാൻ മാന്യമായ ആശുപത്രി ഉണ്ടോ? ഇവിടെ ആരും കൈ നീട്ടേണ്ട ഒരു കാര്യം തീരത്തിന് ഇല്ലായിരുന്നോ? കല്യാണം വരെ കടലിൽ കൂടി കൊണ്ടുപോയൊരു കാലം ഉണ്ടായിരുന്നു.
അത്രയ്ക്ക് സമൃദ്ധമായിരുന്നു. ഒരു കുടുംബത്തിന് വനോരമ എഴുതിയിരിക്കുന്ന ഒരു കുടുംബത്തിന് 2000 തെങ്ങേ. ഒറ്റക്കട കൊച്ചി തുറമുഖം തുടങ്ങിയപ്പോൾ അതിൻ്റെ ബ്രിസ്റ്റോ സായിപ്പ് അതിൻ്റെ ഡ്രഡ്ജിങ് തുടങ്ങിയപ്പോൾ അന്നുണ്ടായ ആക്രമണമാണ്. അതിനെതിരെയാണ് ഞാൻ ഹൈക്കോടതിയിൽ പോയത്. കോടതി അനുകൂലമായ വിധി തന്നു. ഓൾ ഗ്രീവൻസ് മസ്റ്റ് ബി സെറ്റിൽഡ് പെർമനൻ്റലി. 100 കൊല്ലമായിട്ട് ഈ മേഖലയിൽ ഉണ്ടായിരിക്കുന്ന മുഴുവൻ വേദനകൾക്ക് പരിഹാരം ഉണ്ടാകണമെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. ഈ ദിവസം അതുകൊണ്ടാണ് ഇന്നലെ ജയശങ്കരൊക്കെ ഈ കോടതി വിധി ഡിസ്കസ് ചെയ്തത് വീഡിയോയിൽ. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഈ ആത്മീയ ബോധവും ഭക്തിബോധമൊക്കെ നല്ലതാണ്, പക്ഷേ അതേസമയം തന്നെ സാമൂഹ്യ പ്രതിബദ്ധത സുവിശേഷ പരതയുടെ ഭാഗമാണ്, സുവിശേഷ സാക്ഷ്യത്തിൻ്റെ ഭാഗമാണ്, യേശുവിൻ്റെ പ്രഘോഷണത്തിൻ്റെ ഭാഗമാണ്, യേശുവിൻ്റെ സ്വത്വത്തിൻ്റെ ഭാഗമാണ്. ശ്രുതികട്ടെ. മക്കൾക്ക് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. നിന്നെ പോലൊരു ദൈവമില്ല, ഉന്നതൻ നീ, അത്യുന്നതൻ നീ, നിന്നെ പോലൊരു ദൈവമില്ല. അത്ഭുതമാ അതിശയമാ നീ മാത്രമേ ദൈവമെന്നും. അത്ഭുതമാ അതിശയമാ നീ മാത്രമേ ദൈവമെന്നും. അപ്പോൾ ഓരോ പ്രേക്ഷിത പ്രവർത്തനങ്ങളിലൂടെ നമ്മളെന്താ ചെയ്യണത്? നമ്മുടെ പ്രത്യാശ ഏറ്റുപറയുകയാണ്. അത് ഓർക്കണം. അല്ല ഞങ്ങൾ പറഞ്ഞ് നിങ്ങളോട് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാൻ പറഞ്ഞു, ഇനിയിപ്പോൾ ഉടമ്പടിയുടെ ഭാഗമായിട്ട് അതും ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് മോന്തം കയറ്റി അളിഞ്ഞ മോന്തമായിട്ട് ഇങ്ങനെ ഒപ്പിച്ചെടുക്കരുത്. അത് പ്രേക്ഷിത പ്രവർത്തനം അല്ല. അത് ശരിക്കും പിന്നെ എന്താ, അത് നമ്മുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ നമ്മുടെ പ്രത്യാശയുടെ ഭാഗമാണ്. ആരുടെ പ്രത്യാശ? ദൈവത്തിൻ്റെ വിശ്വസ്തതയിലുള്ള പ്രത്യാശ. ദൈവം എന്നോട് വിശ്വസ്തത കാണിക്കും. എൻ്റെ ജോലി, വീട്, വിവാഹം, ഞാൻ ഇന്ന് അനുഭവിക്കുന്ന എല്ലാവിധ അസമാധാനങ്ങളും, കോടതിയിലെ കേസ്, വിവാഹമോചനത്തിൻ്റെ കേസ്, വീട്ടിലുണ്ടാകുന്ന അലോക്യങ്ങളും, കുട്ടികളില്ലാത്ത അവസ്ഥകളും, കുട്ടികൾ ഉള്ളതിൻ്റെ അവസ്ഥകളും, ഇങ്ങനെ എൻ്റെ കണ്ണീരിൻ്റെ ഓരോ കാരണങ്ങൾക്കും ദൈവം ഇടപെടും. അതിന് അവൻ എന്നോട് വിശ്വസ്തത കാണിക്കും എന്നുള്ള എൻ്റെ പ്രത്യാശ. ആ പ്രത്യാശയാണ് ഹെബ്രായർ 10:23 പറയണത്. നമ്മോട് വാഗ്ദാനം ചെയ്തിരിക്കുന്ന വിശ്വസ്തനാകിയാൽ നമ്മുടെ പ്രത്യാശ ഏറ്റു പറയുന്നതിൽ നാം സ്ഥിരതയുള്ളവരായിരിക്കണം. അവൻ പറയണ പോലെ ചെയ്യുന്നതിൽ നമ്മൾ സ്ഥിരതയുള്ളവനായിരിക്കണം. അപ്പം സ്വാഭാവികമായിട്ട് എന്താണ്, ദൈവമായിട്ടാണ് നമ്മളൊരു കക്ഷി. ഉടമ്പടിയിൽ എന്താ സംഭവിക്കണത്? നമ്മളൊരു കക്ഷി, ദൈവം ഒരു കക്ഷി, അല്ലേ? ദൈവത്തോട് ഉടമ്പടി ചെയ്യാൻ നമുക്ക് വല്ല യോഗ്യത ഉണ്ടോ? അതാണ് ഈ അച്ഛന്മാരൊക്കെ ആദ്യകാലങ്ങളിൽ, ചില അച്ഛന്മാരെ, എല്ലാ അച്ഛന്മാരും അല്ല, ഇപ്പം സഭയ്ക്ക് മുഴുവൻ മനസ്സിലായി നല്ല പ്രാർത്ഥനയാണ്, ജനങ്ങളെ വിശുദ്ധീകരിക്കുന്നുണ്ട്, സുവിശേഷം സാക്ഷീകരിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. ഇപ്പം എനിക്ക് ആദ്യകാലം പോലുള്ള വിമർശനങ്ങളില്ല. പണ്ടെനിക്ക് എപ്പോഴും അച്ഛന്മാർ ഓരോരുത്തരൊക്കെ വാട്സപ്പിലൊക്കെ ഓരോ മെസ്സേജൊക്കെ വിടുമായിരുന്നു. ചില സമയത്തൊക്കെ എന്നെ പിതാവ് വിളിക്കുമായിരുന്നു, ഇതെന്താണെന്നൊക്കെ ചോദിച്ചുകൊണ്ട്. പിതാവ് എന്നോട് പക്ഷേ എപ്പോഴും എന്നോട് വളരെ വാത്സല്യത്തോടെയും കാര്യങ്ങൾ മനസ്സിലാക്കിയും ഉപദേശം നിർദ്ദേശം നൽകി ചേർത്ത് നിർത്തുകയുള്ളൂ. എന്നെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും വരുന്നൊരു വിഷയം, ഇപ്പോൾ നമ്മൾക്ക് ഒരു വിഷയമുണ്ടായി. ഈ വിഷയം ചില സമയത്ത് നമ്മുടെ മെരിറ്റിൽ ഒതുങ്ങണതായിരിക്കുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ ഉടമ്പടി ചെയ്യണത്? നമ്മൾക്കുണ്ടായിരുന്ന വിഷയം നമ്മുടെ മെരിറ്റിൽ ഒതുങ്ങാത്തപ്പോഴാണ് ഉടമ്പടി ചെയ്യണത്. നിങ്ങൾക്കറിയാമല്ലോ, മെരിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? യോഗ്യത. ഗതികേട് കൊണ്ട് ഞാൻ ചില സമയത്ത് ഈ സാധനമൊക്കെ ഇംഗ്ലീഷ് ബൈബിൾ പഠിച്ചു വെച്ചിരിക്കുന്നത്, കാരണം ഇംഗ്ലീഷ് വാക്കാണ് പറയണത്. പക്ഷേ ചേച്ചിമാർക്ക് ചിലർക്ക് മെരിറ്റ് എന്താണെന്നൊക്കെ ഒന്നും അറിയാൻ പറ്റും. അച്ഛൻ ഇതിനെക്കുറിച്ചാണ് പറയണത് പോലെ അവർ അറിയും. അത് യോഗ്യത. ഒരു വിഷയം നടക്കണമെങ്കിൽ നിങ്ങളുടെ വീട് വെക്കുക,
നിങ്ങൾക്ക് വിവാഹം കഴിക്കുക, നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടാവുക, നിങ്ങൾക്ക് ജോലി കിട്ടുക, നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടുക, നിങ്ങൾ ബിസിനസ്സിലേക്ക് പോവുക, നിങ്ങളുടെ വിസ അടിച്ചു വരിക. ഇങ്ങനെ ഓരോ ഈവൻസിന് 2 കാര്യങ്ങൾ വേണം. എന്ത് വേണം? മെറിറ്റ് ആൻഡ് ഗ്രേസ് വേണം, അല്ലേ? ഒന്ന് നമുക്ക് യോഗ്യത ഉണ്ടാകണം, പിന്നെ എന്താണ്? വരപ്രസാദം ഉണ്ടാകണം. പക്ഷെ ഒരു കുഴപ്പമുണ്ട്. എന്താ കുഴപ്പം? വൈ കവനൻ്റ്? എന്തുകൊണ്ടാണ് കവനൻ്റ്? നമ്മൾക്ക് ചില സമയത്ത് മെറിറ്റിൽ ചില സമയത്ത് നമ്മൾക്ക് കുറവായിരിക്കും മെറിറ്റ്. മനസ്സിലായില്ലേ? അതാ പ്രശ്നം. ബിബിൻ്റെ പ്രശ്നം കണ്ടു. ബിബിൻ എന്താ പറയണത്? ബിബിൻ പറയണത് എനിക്ക് കുറേ ഇൻറ്റേർണൽ മാർക്ക് കുറവായിരുന്നെന്നാണ് പറഞ്ഞത്. 20 പേപ്പർ എഴുതിയെടുക്കാനുണ്ട്. ബിടെക്കാർക്ക് മറ്റു അക്കാഡമിഷ്യൻസൊക്കെ അറിയാൻ പറ്റിയത് എന്താ പറയണതെന്ന്. അതായത് ഇൻറ്റേർണൽ അസസ്മെൻ്റ് മാർക്കുണ്ടല്ലോ, അത് റെക്കോർഡിലൂടെ അല്ലെങ്കിൽ ഹോംവർക്കിലൂടെയൊക്കെ വരണ മാർക്കുകളാണ്. അതിവന് ഇല്ല, മെറിറ്റില്ലെന്ന് എൻ്റെ അർത്ഥം. മനസ്സിലായില്ലേ? ഇൻറ്റേർണൽ മാർക്ക് ഇല്ലെന്നാണ് പറയണത് പല വിഷയങ്ങൾക്കും. പിന്നെ അതുകൊണ്ടാണ് അവന് ഹോപ്പില്ലാത്തത്. ഞാൻ എങ്ങനെ എന്തെഴുതാനാണ്? എനിക്ക് ഇൻറ്റേർണൽ അസസ്മെൻറ്റ് മാർക്കില്ലല്ലോ, ഇൻറ്റേർണൽ മാർക്കില്ലല്ലോ. പിന്നെ ഞാൻ എങ്ങനെയാണ് 20 പേപ്പർ എഴുതണത്? അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു നീ എഴുതാൻ പറഞ്ഞെന്ന്. അതെല്ലാം രസമാണ് അതൊരു സാക്ഷ്യം കേൾക്കാൻ. അവസാനം ഞാൻ എഴുതാൻ പോകാൻ ഞാനൊരു പണി ചെയ്ത് കുറേ പത്രം വാങ്ങിച്ചു ഓട്ടോറിക്ഷക്കാർക്ക് കൊടുത്തത്. എന്തിനാ? അപ്പം ഞങ്ങൾ ചോദിച്ചു എന്തിനാണ് നീ ഓട്ടോറിക്ഷ കൊടുത്തത്? അല്ല, ഓട്ടോറിക്ഷക്കാരാകുമ്പോൾ ഒരു ഗുണമെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ കുറച്ച് പത്രം അവിടെ വെച്ചേക്കും, വന്നവർക്ക് അവർ തന്നെ കൊടുത്തോളൂ. അപ്പോഴങ്ങനെയെങ്കിലും കർത്താവിനെ മറ്റു ജനങ്ങളിലേക്ക് എത്തിക്കില്ലെന്നാണ് ഇവൻ പറയണത്. പിന്നെ ഞാൻ എന്ത് ചെയ്ത്, കോവിഡായപ്പോൾ ലോക്ക്ഡൗൺ ആയില്ലേ, അപ്പോൾ ഞാൻ പോസ്റ്റ് ഓഫീസ് വഴി ഓരോരുത്തർക്ക് അഡ്രസ്സ് നോക്കി സെൻഡ് ചെയ്തെന്നു. ഓരോ മനുഷ്യന്മാർ ചെയ്യണ പരിപാടി കണ്ടില്ലേ? അവർ നമ്മൾ പറയണതല്ല ചെയ്യണത്, അതിൻ്റെ ഇരട്ടി കാര്യങ്ങളാണ് ചെയ്യണത്. ഇതെന്താ ഈശോ പണ്ട് പറഞ്ഞതാണ്, നിന്നോട് 1 മൈൽ ദൂരെ പോകാൻ പറഞ്ഞാൽ നീ 2 മൈൽ പോകണം. അത് വായിച്ച മോളെ. 1 മൈൽ ദൂരം പോകാൻ നിന്നെ നിർബന്ധിക്കുന്നവനോട് കൂടെ. ഏറ്റു പറഞ്ഞ 1 മൈൽ ദൂരെ പോകാൻ നിന്നെ നിർബന്ധിക്കുന്നവനോട് കൂടെ 2 മൈൽ ദൂരം പോവുക. 2 മൈൽ ദൂരം. പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ മോഡ് ഓഫ് ആക്ഷൻ അങ്ങനെയാ. അല്ല, 1 മൈൽ ദൂരം പോകാൻ പറയുമ്പോൾ എങ്ങനെ 1/2 മൈൽ പോകാം? മലയാളിയല്ലേ, മലയാളിയുടെ പ്രശ്നം അതാണല്ല. 1 മൈൽ പോകാൻ പറയുമ്പോൾ നമ്മൾ സുഹൃത്തത്ത് ഇതെങ്ങനെ 1/2 മൈലാക്കാമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കും, ഇല്ലേ? അങ്ങനെയല്ല. പ്രേക്ഷിത പ്രവർത്തനം, ദൈവത്തോട് ചെയ്യുന്ന പ്രവർത്തനങ്ങളെന്ന് പറയണത് 1 മൈൽ പോകാൻ നിന്നോട് ആവശ്യപ്പെട്ടാൽ എന്ത് ചെയ്യണം? നിങ്ങൾ 2 മൈൽ പോകണം. അതാണ് 5 കാശ് വാങ്ങിക്കാവുന്ന ചിഞ്ചു പറഞ്ഞത്. അപ്പോൾ അമ്മ പറഞ്ഞ് 10 മേടിക്കുന്നത് പറഞ്ഞു. അത് ലോഡ് കൂട്ടിക്കൊടുക്കരുത്. ഇവനെന്താ ചെയ്തിരിക്കണത്? വിപിനെന്താ ചെയ്തിരിക്കണത്? അവർ പോകാൻ കോവിഡായതുകൊണ്ട് ലോക്ക്ഡൗൺ ആയിപ്പോയി. പക്ഷേ എന്ത് ചെയ്യും? കോവിഡ് കഴിയട്ടെന്നും പറഞ്ഞ് ഇരുന്നില്ല. അഡ്രസ്സ് നോക്കി എടുത്തിട്ട് അറിയാവുന്ന അഡ്രസ്സൊക്കെ എടുത്തിട്ട് പോസ്റ്റിൽ ഈ സാധനം വിട്ടു. ഇത് എന്താ ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, അതായത് നമ്മൾ സത്യസന്ധരാണ്, നമ്മൾ വിഷയം ഓറിയൻറ്റഡ് അല്ല, നമ്മൾ ദൈവം ഓറിയൻറ്റഡ് ആണെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മ വർക്ക് ചെയ്യും. മനസ്സിലായില്ല? നമുക്ക് എപ്പോഴും സംഭവിക്കുന്നത് നമ്മൾ വിഷയം ഓറിയൻറ്റഡ് ആണ്, അതാണ് കുഴപ്പം. പരിശുദ്ധാത്മ വർക്ക് ചെയ്യാത്തതിൻ്റെ കാരണം ഇതാണ്. എപ്പോൾ കെട്ടാൻ പറ്റും, ഈ കല്യാണം ഒക്കുമായിരിക്കുമോ, ഇപ്പം ഇതോടുകൂടി ഈ മാസം ഗർഭിണിയാകുമോ, പ്രൊമോഷൻ. അപ്പോൾ നമ്മൾ വിഷയം ഓറിയൻറ്റഡ് ആകും. അപ്പം നമ്മൾ മെറ്റീരിയൽ ജഡികരായി പോകും. ജഡികത്തിൻ്റെ കുഴപ്പം എന്താ? ജഡത്തിൽ നിന്ന് ജനിക്കുന്ന ജഡവും ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവുമാണ്. നമ്മൾ ദൈവത്തെയാണ് ഓറിയൻറ്റഡ് ചെയ്യേണ്ടത്. പരിശുദ്ധാത്മ പ്രവർത്തിക്കണമെങ്കിലേ അത് വായിച്ചോളൂ. യോഹന്നാൻ്റെ സുവിശേഷം. ജഡത്തിൽ നിന്ന് ജനിക്കുന്ന ജഡവും എന്ന് പറഞ്ഞ് ശ്രദ്ധിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഗലാത്യ 6:8.
എന്തെന്നാൽ സ്വന്തം ജഡത്തിനായി വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്തെടുക്കും. ആത്മാവിനായി വിതയ്ക്കുന്നവനാകട്ടെ ആത്മാവിൽ നിന്ന് നിത്യജീവൻ കൊയ്തെടുക്കും. ഇതാണ് ഗലാത്യർ 4:8. എന്താ പ്രശ്നം? നമ്മൾ ജഡം വെച്ചാണ് ഈ വിഷയം കൈകാര്യം ചെയ്യണമെങ്കിൽ ആത്മാവ് പ്രവർത്തിക്കത്തില്ല. ജഡമെന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ജോലി, നമ്മളെന്താ ഉടമ്പടി വെച്ചിരിക്കുന്ന എല്ലാം ജഡമല്ലേ. ജോലി, വീട്, വിവാഹം, പ്രൊമോഷൻ, സാമ്പത്തികം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതെപ്പോൾ നടക്കും എന്ന് അത് നടക്കണില്ലല്ല, ഇത് നടക്കണില്ലല്ല, അവർ വന്നില്ലല്ല. അപ്പോൾ എന്ത് കൊടുത്താൽ തൃപ്തിയാവത്തില്ല. മനസ്സിലായ? അങ്ങനെ അത് ഒന്നിനു വായിച്ച വചനം, സ്വന്തം ജഡത്തിനായി വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്തെടുക്കും. നിങ്ങൾക്ക് ചില ആൾക്കാർക്ക് പറ്റേണ്ടത് അതാണ്. നിങ്ങൾ വെക്കണ വിഷയത്തെ മാത്രമേ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യത്തുള്ളൂ. അതെപ്പോൾ നടക്കും, അതെങ്ങനെ നടക്കും, അത് നടന്നാൽ പോലും നിങ്ങൾ വിചാരിക്കുന്ന പോലും നടന്നില്ലെങ്കിൽ നിങ്ങൾ അളിഞ്ഞ മോന്തയായിട്ട് ദൈവത്തിന് മുമ്പിൽ നിൽക്കും. അതാണ് ജഡത്തിനായി വിതയ്ക്കുന്ന നാശം. പിന്നെ എന്താ അടുത്ത വായിച്ചേ? ആത്മാവിനായി വിതയ്ക്കുന്നവനാകട്ടെ എന്ന് പറഞ്ഞ ആത്മാവിനായി വിതയ്ക്കുന്നവനാവട്ടെ ആത്മാവിൽ നിന്ന് നിത്യജീവൻ കൊയ്തെടുക്കും. അതായത് നമ്മൾ ഉടമ്പടി ചെയ്യുമ്പോൾ നമ്മളൊരു കക്ഷി, ദൈവം ഒരു കക്ഷി അല്ലേ. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ദൈവത്തിന് എന്താണ് ഇതുകൊണ്ട് പ്രയോജനം? നമ്മുടെ പ്രയോജനം ആരാ നോക്കേണ്ടത്? ദൈവമല്ലേ നോക്കേണ്ടത്, നമ്മളല്ലല്ലോ അല്ലേ. ഉടമ്പടി എടുക്കുമ്പോൾ ആ ഉടമ്പടി കൊണ്ട് ദൈവത്തിന് എന്താ പ്രയോജനം? ബിപിൻ അതാണ് ചെയ്തത്. ബിപിൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവം ഒരു കക്ഷിയാണ് ഉടമ്പടിയിൽ. നമുക്ക് ദൈവത്തോട് കക്ഷിയാകാൻ പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല, ടാലി ആകത്തില്ല. അതുകൊണ്ട് എബ്രാഹാവും ദൈവമായിട്ട് ഉടമ്പടി ചെയ്തപ്പോൾ എബ്രാഹത്തിനോട് ദൈവം പറഞ്ഞു, നീയുമായിട്ട് ഉടമ്പടി ചെയ്യേണ്ട കാര്യം എനിക്കില്ല. കാര്യം ദൈവം ഒരു മനുഷ്യനാര്, പക്ഷേ നിന്നോട് ഉടമ്പടി ചെയ്യണത് മുഴുവനും എൻ്റെ സ്നേഹം കൊണ്ടാണ്. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം, ഒരു കോംപ്രമൈസ് ചെയ്യണം. എന്താണ്? നീ എന്നോട് ഉടമ്പടി ചെയ്യാൻ പറ്റുന്ന ഒരാളാണെന്ന് തെളിയിക്കണം. മനസ്സിലായില്ലേ? എന്നോട് ഉടമ്പടി ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് നീ എന്ന് തെളിയിക്കണം. നീ ഒരു കക്ഷിയല്ലേ ഉടമ്പടിയില്ലേ, ബൈലാറ്ററൽ ഉടമ്പടിയല്ലേ, ഉഭയകക്ഷിയല്ലേ, തുല്യകക്ഷിയല്ലേ. അപ്പോൾ ഒരിക്കലും തുല്യകക്ഷി ആകത്തില്ല. എങ്കിലും ഞാൻ നിന്നെ ഉടമ്പടിക്ക് ക്ഷണിച്ചിരിക്കുന്നു. അപ്പോൾ നീ ഒരു കാര്യം ചെയ്യണം. എന്താണ്? കുറഞ്ഞ പക്ഷം നീ എൻ്റെ മുമ്പാകെ നടന്ന് വിശുദ്ധിയുള്ളവനായിരിക്കണം. 17:1. ശ്രദ്ധിക്കട്ടെ. 99 വയസ്സായപ്പോൾ കർത്താവ് പ്രത്യക്ഷപ്പെട്ട് അവനോട് അരുളി ചെയ്തു, സർവശക്തനായ ദൈവമാണ് ഞാൻ, എൻ്റെ മുമ്പിൽ വ്യാപരിക്കുക, കുറ്റമറ്റവനായി വർത്തിക്കുക. പ്രൈസ് ദി ലോർഡ്. 17:1 അല്ലേ? ഉൽപ്പത്തി പുസ്തകം 17:1 എബ്രാഹത്തിനോട് പറഞ്ഞതാണ്, എൻ്റെ മുമ്പിൽ നീ ഏറ്റു പറഞ്ഞ്, എൻ്റെ മുമ്പിൽ വ്യാപരിക്കുക, കുറ്റമറ്റവനായി വർത്തിക്കുക. അപ്പൊ ഉടമ്പടി നൽകുന്ന ഉത്തരവാദിത്തങ്ങളുണ്ട്. കാര്യം ദൈവവും നമ്മളും തമ്മിൽ ടാലിയല്ല. ഒരു കക്ഷി എന്ന നിലയിൽ ദൈവവും നമ്മൾ തമ്മിൽ ഒരു കക്ഷിയല്ല. എങ്കിലും ദൈവം ഒരു കക്ഷിയായിട്ട് നമ്മൾ അംഗീകരിച്ചുകൊണ്ട് ഉടമ്പടിയിലേക്ക് ബൈബിളിൽ നമ്മളെ ക്ഷണിക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റണത് എന്താണ്? ബി പെർഫെക്റ്റ് ആസ് യുവർ ഹെവൻലി ഫാദർ ഈസ് പെർഫെക്റ്റ്. ഈശോ പറഞ്ഞതാണ്. അത് ദൈവത്തിൻ്റെ ഒരു മനസ്സാണ്. എന്താണ്? നിന്റെ സ്വർഗ്ഗസ്ഥനായ പിതാവ് 5:48. നിങ്ങളുടെ സ്വർഗ്ഗസ്ഥനായ പിതാവ് എന്ന് പറഞ്ഞോളൂ. നിങ്ങളുടെ സ്വർഗ്ഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. അതായത് കർത്താവിൻ്റെ വചനത്തെ അന്വേഷണമായി അവൻ പറയുന്നത് പോലെ ചെയ്യുമ്പോൾ വി ആർ ആക്ച്വലി മൂവിങ് ടു ദി പെർഫെക്ഷൻ. നമ്മൾ പൂർണ്ണതയിലേക്ക് നീളുകയാണ്. ഇതാണ് എൻ്റെ മാത്തമാറ്റിക്സ്. ഇപ്പം 5:48 എന്താണ്? പരിശുദ്ധാത്മ. ഇതൊന്നും പഠിച്ച വചനങ്ങളല്ല കേട്ടോ, ഇപ്പോൾ ഓൺലൈനിൽ ഈശോ നൽകിക്കൊണ്ടിരിക്കുന്ന വചനങ്ങളാണ്. അതായത് ഇതിനെ ലിങ്ക് ചെയ്ത് പരിശുദ്ധാത്മാവിനെ ലിങ്ക് ചെയ്യണത് 17:1 എൻ്റെ മുമ്പാകെ വ്യാപരിക്കുക, കുറ്റമനായിരിക്കുക എന്ന് പറഞ്ഞ അതേ വചനത്തിൻ്റെ തന്നെ പുതിയ നിയമ വേർഷനാണ്. എന്താ? ബി പെർഫെക്റ്റ്.
ആസ് യുവർ ഹെവൻലി ഫാദർ ഈസ് പെർഫെക്റ്റ്. അതായത് എന്നെപ്പോലെ നിങ്ങൾ പരിപൂർണരായിരിക്കുക എന്ന് വെച്ചതിൻ്റെ അർത്ഥം എന്താണ്? അവൻ പറയണ പോലെ ചെയ്യുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ പൂർണ്ണതയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇത് നിസ്സാര കാര്യമല്ല. ഇതിനകത്ത് മുഴുവൻ ഉടമ്പടിയുടെ മുഴുവൻ ആത്മാവെന്ന് പറയണത് പ്രേക്ഷിത പ്രവർത്തനമാണ്. അവൻ പറയണ പോലെ ചെയ്യുന്നതാണ്. സകല വാഗ്ദാനങ്ങൾ യേശുവിൽ അതേ എന്നായതുകൊണ്ട് നമ്മൾ അവൻ്റെ ദൈവമഹത്വത്തിനായി ആമേൻ പറയുന്നു. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ഇത് ചെല്ലുന്ന പ്രാർത്ഥനയല്ല. നിർഭാഗ്യവശാൽ 2000 കൊല്ലങ്ങളായിട്ട് നമുക്ക് ചെല്ലണ പ്രാർത്ഥനയെ പരിചയമുള്ളൂ. ഇത് ചെയ്യുന്ന പ്രാർത്ഥനയാണ്. എന്തിനു വേണ്ടിയാണ് ചെയ്യണത്? എന്തിനാണ്? ദൈവത്തിൻ്റെ തുല്യ കക്ഷിയായിട്ട് മാറാൻ, ദൈവിക വാഗ്ദാന പ്രകാരം അവൻ പറഞ്ഞ പൂർണ്ണതയിലേക്ക് നീങ്ങാൻ, അവൻ പറയണ പോലെ ചെയ്തുകൊണ്ട് നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തി മുന്നേറുകയാണ്. അപ്പോൾ ഇതൊരു മുന്നേറ്റമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ആധ്യാത്മിക മുന്നേറ്റത്തിലാണ് നമ്മൾ. അപ്പോൾ അവൻ്റെ ദൈവത്തിൻ്റെ മുമ്പാകെ വ്യാപരിക്കണം. എന്താണ്? നമ്മുടെ കക്ഷി, ദൈവം ഒരു കക്ഷി. കുറഞ്ഞ പക്ഷം ദൈവത്തിൻ്റെ സന്നിധി നമ്മൾ വ്യാപരിക്കണം. ദൈവത്തിൻ്റെ സന്നിധി വിട്ട് പോകരുതെന്നർത്ഥം. ദൈവത്തിൻ്റെ സന്നിധി വിട്ട് പോയത് കായൻ പോയായിരുന്നു, ജൂദാസ് പോയായിരുന്നു, അങ്ങനെ കുറേ ആൾക്കാർ സന്നിധി വിട്ട് പോയായിരുന്നു, ഇല്ലേ? ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉണ്ടാകുക എന്നുള്ളത് ഒരു കൃപയും ഒരു വിളിയുമാണ്. ദാവീദ് എല്ലാ പാപങ്ങളും ചെയ്യുമ്പോൾ അനുതാപം കൊണ്ട് അവൻ പറയും, അങ്ങനെ തിരുസന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത് എന്നല്ലേ? ഉടമ്പടി പാലിച്ചുകൊണ്ട് ദൈവം വിഭാവന ചെയ്യുന്ന പൂർണ്ണതയിലേക്ക് സഞ്ചരിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മളൊരു കോമ്പറ്റൻ്റായിട്ടുള്ള കക്ഷിയായിട്ട് മാറാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ദൈവം എബ്രാഹത്തിനോട് പറഞ്ഞത്, നിന്നോട് ഞാൻ ഉടമ്പടി ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് നീ അപ്ഡേറ്റ് ചെയ്യണം. നീ ഇങ്ങനെ എൻ്റെ മുമ്പാകെ തന്നെ ഉണ്ടാവണം. മനസ്സിലായില്ലേ? സന്നിധി വിട്ട് പോകരുത്. ഉടമ്പടിക്ക് നമ്മൾ ഉപവസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, 1 മണിക്കൂർ വചനം വായിക്കുന്നു, സൽപ്രവൃത്തികൾ ചെയ്യുന്നു, പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നു. ഇതിൻ്റെ എല്ലാ ഉദ്ദേശം എന്താണ്? 17:1 ഉൽപ്പത്തി പുസ്തകം എന്താണ്? ദൈവത്തിൻ്റെ മുമ്പാകെ സൽപ്രവൃത്തികൾ ചെയ്തുകൊണ്ട് നമുക്ക് എബ്രായർ 10:24 വരാം. വായിച്ചോളൂ. എബ്രായർ 10:24. ശ്രുതികട്ടെ. എബ്രായർ 10:24. സ്നേഹത്തോടെ ജീവിക്കുന്നതിനും, ഏറ്റുപറഞ്ഞ് സ്നേഹത്തോടെ ജീവിക്കുന്നതിനും നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനും പരസ്പരം പ്രോത്സാഹിപ്പിക്കുന്നതിനും എങ്ങനെ കഴിയുമെന്ന് നമുക്ക് പര്യാലോചിക്കാം. ഇതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. എന്താണ് നമ്മൾ ആലോചിക്കേണ്ടത്? പരസ്പരം പ്രോത്സാഹിപ്പിക്കണം, സ്നേഹത്തെ കഴിയണം, എങ്ങനെ കർത്താവിന് വേണ്ടി പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യണം. ഇതിനെക്കുറിച്ചാണ് ആലോചിക്കേണ്ടത്. മനസ്സിലായ? നമ്മൾ എന്താണ് ആലോചിക്കേണ്ടത് ദൈവം പറയുന്നുണ്ടാവും. ആലോചിക്കുന്നത് പക്ഷെ നിങ്ങൾ ആലോചിക്കേണ്ടത്, അയ്യോ അടുത്ത പ്രാവശ്യം മൊഡ്യൂൾസ് എല്ലാം കവർ ചെയ്യാൻ പറ്റുമോ, 4 മൊഡ്യൂൾസും കിട്ടുമോ, ഇനിയും വല്ല റീഡിങ് പോകുമോ? അപ്പോൾ നിങ്ങൾ ആലോചിക്കുക എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്? നിങ്ങളുടെ മൊഡ്യൂൾസിനെ കുറിച്ചാണ്. പക്ഷേ ഇതെല്ലാം ആലോചിക്കേണ്ടത് ഉടമ്പടിക്ക് ആലോചിക്കേണ്ടത് എന്താണ്? എങ്ങനെയാണ് പരസ്പരം പ്രോത്സാഹിപ്പിക്കണം വചനത്തിൽ. ഇങ്ങനെ സൽപ്രവർത്തികൾ ചെയ്യുന്നതും സൽപ്രവർത്തികളെക്കുറിച്ച് ആലോചിക്കുന്നതും എല്ലാം എന്തിനു വേണ്ടിയാണ്? അവൻ്റെ സന്നിധി നിൽക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കപ്പാസിറ്റി നമ്മൾ ആർജിക്കാൻ വേണ്ടിയാണ്. അത് ഉടമ്പടിയുടെ ഭാഗമാണ്. എന്താണ്? നമ്മൾ ദൈവത്തോട് അനുയോജ്യമായൊരു പങ്കാളിയായിട്ട് മാറുകയാണ്. ഉടമ്പടി ഒരു പങ്കാളിത്തമാണല്ലോ നമുക്ക് വരണത്. അത് കുറ്റമറ്റവനെ